ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദി വേൾഡ് ഓഫ് ബ്ലാക്ക് മാൻസ് മാജിക്. ഇതെന്താണ് ഇങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവും. 2016 ഞാനൊരു ഐഫോൺ മേടിക്കുന്നത്. അന്ന് മുതൽ നല്ല പെർഫോമൻസ് ആണ് ആ ഫോൺ എനിക്ക് തരുന്നത്. കഴിഞ്ഞ 5 വർഷങ്ങളായി ഞാൻ ആ ഫോൺ തന്നെയാണ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ വർഷമാണ് ആ ഫോണിന് ചെറിയൊരു കംപ്ലൈൻറ്റ് തോന്നി തുടങ്ങുന്നത്. അങ്ങനെയാണ് ഞാനൊരു ആൻഡ്രോയിഡ് ഫോൺ മേടിക്കണം എന്നൊരു ചിന്ത മനസ്സിൽ വരുന്നത്. അങ്ങനെ പല ഫോണുകളും ചിന്തിച്ചുവെങ്കിലും, നോക്കിയ, ബ്ലാക്ക്ബെറി പോലുള്ള ലെജൻസിനെ കുറിച്ച് ആലോചിച്ചുവെങ്കിലും നല്ലൊരു ഫോൺ എനിക്ക് കിട്ടിയില്ല. അങ്ങനെയാണ് ഒരു ബ്രാൻഡ് എൻ്റെ മനസ്സിലേക്ക് ഓടി വരുന്നത്. അതിനെക്കുറിച്ചുള്ള ഒരു അൺബോക്സിങ് വീഡിയോ ഒന്നുമല്ല ഇത്, ജസ്റ്റ് ഒന്ന് കാണിക്കുന്നു മാത്രം. കൂടെ ബ്ലാക്ക്മാൻ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുന്നു എന്ന് മാത്രം. ഐഫോണിനെ പോലെ തന്നെ എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരു ബ്രാൻഡാണ് സാംസങ്. സാംസങ്ങിൻ്റെ S20 FE 5G ഫോണാണ് ഞാൻ വാങ്ങിയത്. കഴിഞ്ഞ വർഷം ഇറങ്ങിയ S21 അൾട്ര വാങ്ങണമെന്ന് ഒരുപാട് ആഗ്രഹമുണ്ടെങ്കിലും എന്നെപ്പോലുള്ള സാധാരണക്കാർക്ക് അത് വാങ്ങാൻ സാധിക്കില്ലെന്ന് നിങ്ങൾക്കും അറിയാമല്ലോ. നമുക്ക് ഈ ഫോണിൻ്റെ ഫീച്ചേഴ്സിനെ കുറിച്ചൊന്ന് നോക്കാം. വലിയ തോതിൽ സംസാരിച്ച് മുഷിപ്പിക്കുന്നില്ല, ജസ്റ്റ് ഒന്ന് പറഞ്ഞു തീർക്കുന്നു മാത്രം. അതിനു മുമ്പ് ബ്ലാക്ക്മാൻ ചാനലിനെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട്. ബ്ലാക്ക്മാൻ ചാനൽ തുടങ്ങിയ കാലം മുതൽ ഞാൻ കേൾക്കുന്ന കുറച്ച് കാര്യങ്ങളാണ്. നിങ്ങൾക്ക് കുക്കിങ്ങിനെ കുറിച്ച് സംസാരിച്ചുകൂടെ, അല്ലെങ്കിൽ ട്രാവലിംഗ് വ്ളോഗ് ചെയ്തുകൂടെ എന്നൊക്കെ. ഈ ചാനലിൻ്റെ സ്വഭാവം പോലും മറ്റൊന്നാണ്. നമുക്ക് ഫോണിലേക്ക് തിരിച്ചു വരാം. ഫോണിൻ്റെ ബോക്സിൽ നമുക്ക് കൂടെ യൂസർ മാനുവൽ കൊടുത്തിട്ടുണ്ട്, പിന്നെ ലോക്ക് ഗൈഡ് കൊടുത്തിട്ടുണ്ട്, പിന്നെ വാറണ്ടി കാർഡും കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ എന്തിനാണ് ഇപ്പോഴും കൊടുക്കുന്നതെന്ന് എനിക്കിപ്പോഴും ഒരു ഐഡിയയും കിട്ടിയിട്ടില്ല. പിന്നെ ഒരു ഇജക്ടർ പിന്നുണ്ട്, പിന്നെ സാധാരണയായി ചാർജർ കൊടുത്തിട്ടുണ്ട്. കഴിഞ്ഞ വർഷം S21 അൾട്രയ്ക്കൊന്നും ചാർജർ ഉണ്ടായിരുന്നില്ല, ഈ വർഷം അത് കൊടുത്തിട്ടുണ്ട്. 25 വാട്ട്സിൻ്റെ ചാർജർ സപ്പോർട്ടിംഗ് ആണ് ഈ ഫോണെങ്കിലും, 25 വാട്ട്സ് ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ടിംഗ് ആണെങ്കിലും നമുക്ക് ഇതിൽ കൊടുത്തിട്ടുള്ളത് 15 വാട്ട്സിൻ്റെ ചാർജറാണ്. അത് ഞാൻ ഓൾറെഡി കണക്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ടൈപ്പ് സി കേബിളാണ്, 15 വാട്ട്സിൻ്റെ ചാർജിങ് പോർട്ടാണ്, ചാർജിങ് ചാർജറാണ് അവർ തന്നിരിക്കുന്നത്. ടൈപ്പ് സി കേബിളുമാണ് ഇതിൽ കണക്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ അപ്പം നമ്മുടെ ചാനൽ അങ്ങനത്തെ ഒരു ചാനലല്ല, അതായത് കുക്കിംഗ് വീഡിയോസോ അല്ലെങ്കിൽ വ്ളോഗും ചെയ്യുന്നൊരു ചാനലല്ല. നമ്മളെ കണ്ടൻറ്റ് തന്നെ എൻ്റെ ഡിഫറെൻ്റ് ആണ്. ഇനി ഫോണിൻ്റെ കുറച്ച് ഫീച്ചേഴ്സിലേക്ക് കൂടി വരാം. ഈ കളർ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടിട്ടല്ല എടുത്തിരിക്കുന്നത്. അവിടെ ഉണ്ടായിരുന്നത് ആകെ ഈ ഒരു ഫോൺ കളർ ആയതുകൊണ്ട് മാത്രമേ ഇത് എടുത്തു എന്നുള്ളൂ. 6.5 ഇഞ്ചസ് ഡിസ്പ്ലേ ആണ് ഫോണിന് വന്നിരിക്കുന്നത്. ഫോണിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് വോളിയം ബട്ടണും പവർ ബട്ടണും ഉണ്ട്, ലെഫ്റ്റ് സൈഡിൽ ഒന്നും തന്നെ കൊടുത്തിട്ടില്ല. ഫോണിൻ്റെ അടിയിലായിട്ട് നമുക്ക് ചാർജിങ് പോർട്ട് ഉണ്ട്, മൈക്ക് ഉണ്ട്, സ്റ്റീരിയോ ഹെഡ്സെറ്റ് ഉണ്ട്, മുകളിലും മൈക്ക് ഡിസേബിൾ സെറ്റ്സ് ഉണ്ട്, പിന്നെ സിം ട്രേ ഉണ്ട്. അപ്പോൾ നമുക്കൊന്ന് സിം ട്രേ ഓപ്പൺ ചെയ്ത് നോക്കാം എങ്ങനെയാണ് അതിൻ്റെ സ്പെക്ക് കൊടുത്തിരിക്കുന്നതെന്ന്. ഡബിൾ സിം ആണോ സിംഗിൾ സിം ആണോ അതിൻ്റെ ഫീച്ചേഴ്സ് ഒന്ന് നോക്കാം. നമ്മുടെ ചാനൽ ഇങ്ങനെയുള്ള അൺബോക്സിംഗ് ഒന്നും ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ പോലും നമ്മളൊരു ചെറിയൊരു മാറ്റം വരുത്തി നോക്കുകയാണ്. സിം 1 and 2 രണ്ട് സ്പോട്ടുകളാണ് നമുക്ക് ഇത് തന്നിട്ടില്ല. അതല്ലെങ്കിൽ നമുക്ക് മെമ്മറി കാർഡ് സപ്പോർട്ടിംഗ് ആയിട്ടുള്ള രീതിയിലാണ്. അപ്പോൾ നമുക്ക് സിംഗിൾ സിം ആൻഡ് മെമ്മറി കാർഡ് നമുക്ക് ഇതിൽ ഉപയോഗിക്കാൻ പറ്റും. മെമ്മറി കാർഡ് 128 GB ആയതുകൊണ്ട് നമുക്ക് ശരിക്കും മെമ്മറി കാർഡ് ഉപയോഗിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. നമുക്കൊന്ന് സിം ഇട്ടിട്ട് ഫോണൊന്ന് സ്റ്റാർട്ടപ്പ് ചെയ്ത് നോക്കാം എത്ര സ്പീഡിനകത്ത് ഇത് ഓപ്പൺ ആവുന്നുണ്ട് എന്ന് നമുക്കൊന്ന് നോക്കാം. സിം ട്രാക്ക് 1 തന്നെ ഇടുന്നതാണ് ഏറ്റവും ബെറ്റർ. നെറ്റ്വർക്ക് കുറച്ചുകൂടി സ്പീഡാവും. വിത്തിൻ സെക്കൻഡ്സ് കൊണ്ട് തന്നെ ഇത് ബൂട്ടപ്പായി വരുന്നുണ്ട്. സാംസങ് S20 FE സാംസങ്ങിൻ്റെ ലോഗോ ഒക്കെ തെളിഞ്ഞു വരുന്നുണ്ട്. 15 സെക്കൻഡ്സ് കൊണ്ട് ഏകദേശം സ്റ്റാർട്ടപ്പ് ആവുന്നുണ്ട്.
യെസ്, ഫോൺ സ്റ്റാർട്ടായിരിക്കുകയാണ്. വിത്തിൻ 20 സെക്കൻഡ്സ്. പ്ലസ് അതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് കുറച്ച് ഇതിൻ്റെ ഫോട്ടോസൊക്കെ കാണാം.